കണ്ടാ? ഓക്കെ, നമ്മളെ കൊല്ലങ്കോട് ഗ്രാമം അല്ല, ഇത് സത്യമംഗലം ഡാമാണ്. ഈ സത്യമംഗലം ഡാമിലെ ആ മനോഹരമായ കുന്നും പ്രദേശം കണ്ടോ? ഇതെൻ്റെ സുഹൃത്ത് ശ്രീഹരി. ഈ ശ്രീഹരിയുടെ നെൽപ്പാടങ്ങളായി കിടക്കുന്നത് നല്ല നല്ല വിളവൊത്ത് വിളഞ്ഞ് പഴുത്ത് നിൽക്കുക, കൊയ്യാൻ പാകമായിട്ട്. ഇത് നമ്മളെ കൊച്ചു പ്രായത്തിൽ നൊസ്റ്റാൾജിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. ഇത് എത്ര മനോഹരമായ പറഞ്ഞറിയിക്കാനും കഴിയില്ല. ഈ ശ്രീഹരിക്ക് കുളത്തിൽ മീനുണ്ട്, ഈ നെല്ലുണ്ട്, പാകത്തിന് പച്ചക്കറിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള എല്ലാ ഉപാധികളും കൃഷിയെടുത്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പുള്ളി എത്തി നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ ശ്രീഹരിയെ പോലുള്ള ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. കാര്യം കൃഷിക്കാരനില്ലെങ്കിൽ നമ്മളില്ല. ഏറ്റവും അടിസ്ഥാന ഘടകം കൃഷിക്കാരനാണ്. ഈ ശ്രീഹരിയെ പോലെ അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഈ നെല്ല് കൊയ്ത് കൃത്യമായി കൊടുത്താൽ അതിന് മെച്ചപ്പെട്ട ലാഭം കിട്ടുന്നില്ല, അതിന് മെച്ചപ്പെട്ട വിളവിന് അനുസരണമായിട്ട് സമ്പാദ്യം കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ നിരാശന. ഇതൊക്കെ മാറ്റിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ മനോഹരമായ ഗ്രാമം കണ്ടപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നത്തില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഇല്ല. ഈ സത്യമംഗലം ഡാമിലേക്ക് വന്നു കണ്ടോ, ഒരു മാവ് കണ്ടോ? ഈ മാവിലെ ഈ വെയിലത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തൊരു തണുപ്പാണ്, എന്തൊരു സുഖമാണ്. ഈ അവസ്ഥയൊക്കെ നമുക്ക് എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയുന്നത്? അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഈ കൃഷിത്തോട്ടങ്ങൾ എല്ലാം അദ്ദേഹം ചെയ്യുന്നുള്ള എത്ര മനോഹരമാണ്. വളരെ സന്തോഷമായി ഇവിടെ വന്ന് കാണാനും എടുക്കാനും ഒക്കെ കഴിഞ്ഞാൽ, സ്ത്രീയെ കാണാനും സ്ത്രീയുടെ മക്കളെ കാണാനും സ്ത്രീയുടെ കുടുംബം കാണാനും ഒക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.